ലോക മലയാളികൾ മൊത്തം ഏറ്റെടുത്ത് എല്ലാവർക്കും അറിയുന്ന പാട്ടുകൾ പാടാം. അപ്പൊ ഒന്നുകൂടി ഭംഗിയായിരിക്കും. എല്ലാവരും ഏറ്റെടുത്ത് എല്ലാവർക്കും പാടാൻ കഴിയുന്ന പാട്ടുകളിലൊന്നാണ് താരക പെണ്ണാളെ. പാട്ടുകളെ താരക പെണ്ണാളെ മകന്താ കതിരാടും പിടിയാളെ തമ്പുരാനത്തിടും മുമ്പേ കരിങ്കാരൻ നമസ്കാരം. ഏറനാടൻ നാട്ടുവാർത്തയുടെ NTVയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് നാസിഹ. പാലാപ്പള്ളി തിരുപ്പള്ളി പാടി അതുൽ നറുകര നിറഞ്ഞാടി. ജ്വലിച്ചു കത്തി കാവനൂർ GHSSൽ ഒരു വട്ടം കൂടി പൂർവ്വ വിദ്യാർത്ഥി സംഗമം. അധ്യാപകരെ ആദരിക്കലും പ്രതിഭാധനരെ അനുമോദിക്കലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മുദ്ര പതിപ്പിച്ച് 1998-99 ബാച്ച് ഓർമ്മകളുടെ മഴവിൽ ചാരുതയിൽ നിറഞ്ഞു നിന്ന അത്യപൂർവ സംഗമം സമാപിച്ചു. കാലം കാത്തുവച്ച സൗഹൃദ വഴിയിൽ കാവനൂർ GHSSലെ പഴയ 10ാം ക്ലാസ് ബാച്ച് പഴയ കലാലയമുറ്റത്ത് വീണ്ടും ഒത്തുചേർന്നു. ഒരു വട്ടം കൂടി എന്ന് പേരിട്ട് സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കാൻ ദൂരെ ദിക്കിൽ നിന്നുമൊക്കെ വന്ന സൗഹൃദങ്ങൾ കൊണ്ട് പഴയ സ്കൂളങ്കണം വീർപ്പുമുട്ടി. ധനുമാസ ദിനത്തിലെ തണുപ്പൊഴിഞ്ഞ പ്രഭാതത്തിൽ ഓർമ്മകളുടെ മഴവിൽ ചാരുതയിൽ നിറഞ്ഞു നിന്ന അത്യപൂർവ സംഗമം നിരവധി മഹത് കർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് മുദ്ര പതിപ്പിച്ച 1998-99 ബാച്ച് തങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെ ഷാൾ അണിയിച്ചും ഹൃദയം കൊണ്ട് ചേർത്ത് പിടിച്ചുമാണ് സംഘടിപ്പിച്ചത്. ഓർമ്മകളുടെ നെല്ലിമരച്ചുവട്ടിൽ സൊറ പറഞ്ഞിരിക്കാൻ ഓടിയെത്തിയ പഴയ സൗഹൃദങ്ങളെ അടുത്തിടെ ഹിറ്റായി മാറിയ കടുവയിലെ പാട്ട് പാലാപ്പള്ളി തിരുപ്പള്ളിയിലൂടെ പ്രശസ്തനായ അതുൽ നറുകരയുടെ അനുഗ്രഹീത സ്വരമാണ് എതിരേറ്റത്. ഒട്ടും കൗതുകം തോരാത്ത അതേ ഈണത്തിൽ പാട്ടുപാടിയും പാട്ടിന് ചുവടുവെച്ചും അതുൽ നിറഞ്ഞാടിയപ്പോൾ എല്ലാവർക്കും അതൊരു ഉല്ലാസ കാഴ്ചയായി. കയ്യടിയാണ് കേട്ടോ ഏറ്റവും വലിയ ഊർജം. വേദിയിൽ കയറുന്ന മനുഷ്യർക്ക് കയ്യടിയാണ്. പലപ്പോഴും ചില വേദികളിലൊക്കെ പാട്ടുപാടി കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞിട്ട് ചില മനുഷ്യർ വന്നിട്ട് മോൻ പാടിയത് നന്നായിരുന്നു കേട്ടോ, ഉഷാറായിട്ടുണ്ട്, മുന്നോട്ട് ഇങ്ങനെ തന്നെ പോകും. ആ ഒരു പറച്ചിൽ മതി. ആ മുഖമൊന്നും ഒരിക്കലും മറക്കില്ല. ഒരു 2-3 ആഴ്ചയ്ക്ക് കാണാപ്പാടാവും അങ്ങനത്തെ ഒരാളെ. എവിടെ കണ്ടാലും ഓടി വന്നാലും നമുക്ക് തിരിച്ചറിയും. ഒരു കലാകാരനെ സംബന്ധിച്ചോളം, ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചോളം, ഒരു വേദിയിൽ കയറുന്ന ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും ഏറ്റവും വലിയ ഊർജ്ജം എന്നതും നിങ്ങളുടെ കയ്യടിയാണ്. നല്ലൊരു കയ്യടിയാവാം. എന്തായാലും പാലാപ്പള്ളി ഏറ്റെടുത്ത എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്നേഹം. നൌഷാദ് പാലക്കാട് ആങ്കറിംഗ് നടത്തിയ പരിപാടിയിൽ സാജിദ് സ്വാഗതവും നാസർ അനുസ്മരണവും ഹുസൈൻ നന്ദിയും പറഞ്ഞു. ഷെരീഫ് മാസ്റ്റർ, സാലി മാസ്റ്റർ, മോഹൻദാസ് മാസ്റ്റർ, ടോമി ചെറിയാൻ മാസ്റ്റർ, തങ്കച്ചൻ മാസ്റ്റർ, അജിത ടീച്ചർ, ആയിഷ ടീച്ചർ തുടങ്ങിയ ഗുരുവര്യന്മാരെ വേദിയിൽ ആദരിച്ചു. സംഗമത്തിന്റെ വിജയത്തിനായി സുഷമ ചെയർപേഴ്സണും സാജിദ് കൺവീനറുമായി വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചിരുന്നു. ഹുസൈൻ ബാവ ആയിരുന്നു ട്രഷറർ. അനൂപ്, ഷഫീഖ്, നാസർ, അമീർ, ദിനേശ്, കരീം, സിദ്ദീഖ്, ജുമൈലത്ത്, ലീന, മൈമൂന, ജിൻസിയ, മുസ്തഫ, രമ്യ, രതീഷ്, മുജീബ്, കരീം, സമീർ, സഗീർ, റജി, ശരത്, സുധീർ എന്നിവരായിരുന്നു കമ്മിറ്റി അംഗങ്ങൾ. വർഷങ്ങൾക്ക് ശേഷം സുഹൃത്തുക്കൾ വീണ്ടും ഒരുമിച്ചപ്പോൾ പഴയ സഹപാഠികളായി വീണ്ടും തങ്ങൾ മാറിയെന്ന് ഹുസൈൻ ബാവ ഏറനാടൻ നാട്ടുവാർത്തയോട് പറഞ്ഞു. 22 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെല്ലാവരും GHS കാവനൂരിലെ പ്രതിപദങ്ങൾ എന്ന പേരിൽ ഈ പ്രോഗ്രാം എത്തിച്ചേർന്നു. ഒരു 6 മാസത്തോളമായി ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്ത ഒരുപാട് പേരുണ്ട്. അതിൻ്റെ പ്രയത്നത്തിലാണ് ഇതുവരെ ആർക്കും നടത്താൻ കഴിയാത്ത രൂപത്തിൽ അത്രക്കും നല്ലൊരു പ്രോഗ്രാം ഞങ്ങൾക്കിവിടെ സംഘടിപ്പിക്കാൻ കഴിയും. ഇതിനു പുറമെ ഞങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങളും മറ്റനുബന്ധ പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നു. നീണ്ട 23 വർഷങ്ങൾക്ക് ശേഷം സ്മൃതിലയം എന്നൊരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിരവധി സേവന പ്രവർത്തനങ്ങളും കാഴ്ചവെക്കാൻ ഇതുപോലെ തന്നെ ഞങ്ങൾ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഉദാഹരണമായ കാര്യമായിട്ട് പറയുകയാണ്. 1998 വർഷം
ഗവൺമെൻറ് ഹൈസ്കൂൾ കാവനൂർ സ്കൂളിലെ 10ാം ക്ലാസ് പഠിച്ച വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ 3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കൊറോണയുടെയൊക്കെ പ്രശ്നം നടന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഒരു ഒത്തൊരുമ വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാവുകയും ആ കൂട്ടായ്മ നമ്മൾ ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്ക് ആദ്യം കടക്കുകയാണ്. നിലവിലിപ്പോൾ 2 ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മുടെ ഒപ്പം പഠിച്ച സഹപ്രവർത്തകർക്കുണ്ടായ വിഷമഘട്ടങ്ങൾ നമുക്ക് മുന്നെടുക്കാൻ പറ്റി. ഭാവിയിൽ നമ്മൾ ഇത്തരം പ്രോഗ്രാമുകൾ തന്നെയാണ് നമ്മൾ മുന്നോട്ട് നയിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു നീണ്ട 23 വർഷത്തെ കാത്തിരിപ്പ് നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് കാണാൻ പറ്റുക എന്നത് തന്നെയാണ് നമ്മുടെ ഈ പരിപാടിയുടെ ഒരു വിജയവും. അതുപോലെ ഇനിയും ഈ കൂട്ടായ്മ മുന്നോട്ട് പോകണം. അപ്പോൾ എല്ലാവരും ഈ കൂട്ടായ്മയുമായിട്ട് സഹകരിക്കണമെന്ന് ഈ അവസരം. ഓർമ്മകളുടെ പെരുമഴക്കാലം സമ്മാനിച്ചാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇന്ന് പിരിയുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. പ്രിയപ്പെട്ട അധ്യാപകരെ ആദരിച്ചും അനുമോദിച്ചും സംഗമം എന്നും ഓർത്തുവെക്കാനുള്ള നിധിയായി മാറി. പ്രിയ സഹപാഠികളെ കൺകുളിർക്കെ കണ്ടതിന്റെ ത്രില്ലിലായിരുന്നു ബാച്ചിലെ എല്ലാവരും. വർഷങ്ങൾക്ക് മുമ്പ് ഒരേ ക്ലാസ്സിൽ 10ാം ക്ലാസ് പഠിച്ച സഹപാഠികൾ വർഷങ്ങൾക്കിപ്പുറം ഒത്തുചേർന്നപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ഓർമ്മകളുടെ പെരുമഴക്കാലമായി പെയ്തു തീരുകയായിരുന്നു. 1998-99 ബാച്ചിൽ കാവനൂർ GHS സ്കൂളിൽ പഠിച്ച് 10ാം തരം പൂർത്തിയാക്കിയവരാണ് സ്കൂൾ അങ്കണത്തിൽ ഒത്തുചേർന്നത്. പാലാപ്പള്ളി തിരുപ്പള്ളിയിലൂടെ പ്രശസ്തനായ അതുൽ നറുകരയുടെ ഉദ്ഘാടനം കൊണ്ട് തന്നെ ഗംഭീരമായിരുന്ന പരിപാടിയിൽ തുടർന്ന് ബാച്ചിലുള്ളവർ പരസ്പരം പരിചയപ്പെട്ട് സൗഹൃദം പുതുക്കിയും വൈകുന്നേരം 5:30 വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ ജീവിതത്തിന്റെ മറ്റു തിരക്കുകളിലേക്ക് അവർ തിരിച്ചുപോയി. അധ്യാപകരെ, എന്റെ ഏറെ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നല്ല നമസ്കാരം. തിരിച്ചു നമസ്കാരമൊന്നുമില്ലേ? എല്ലാവരും കുറെ കാലത്തിന് ശേഷം പരസ്പരം കൂട്ടുകാരെ കണ്ട സന്തോഷത്തിലാണ്. കുറെ ആൾക്കാർ ഇങ്ങോട്ട് നോക്കണമൊന്നുമില്ല. അവിടുത്തെ കുറെ പറച്ചിലും ഇത്രയും കഴിഞ്ഞ വർഷത്തെ ഏറെ സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ പങ്കുവെക്കുകയാണ്. ഇവിടെ ഏറ്റവും അത്ര കണ്ട് ഭംഗിയുള്ള ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകണമെന്ന് അറിയാം. കാരണം കുറെ വർഷത്തിന് ശേഷമാണ് സ്വന്തം സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നത്. അങ്ങനെ ഏറെ നല്ല ഓർമ്മകളെ, അല്ലെങ്കിൽ പണ്ട് കാലത്ത് വളരെ ഭംഗിയായി കൂടി പഠിക്കുന്നതോടൊപ്പം തന്നെ ജീവിച്ച ഓർമ്മകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അതിനിടയിൽ ചെറിയൊരു സാംസ്കാരിക പരിപാടി, ചെറിയൊരു വേദി നടക്കുന്നുണ്ട്. ഇങ്ങോട്ട് കുറച്ചു പേര് ശ്രദ്ധ കൊടുക്കണമെന്ന് മാത്രം പറയട്ടെ. നല്ലൊരു കയ്യടി തരും ആദ്യമായിട്ട്. ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെയായിട്ട് ഒട്ടേറെ വേദികളായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പാട്ടും പറച്ചിലുമായിട്ട്. ഏകദേശം ഒരു 1-2 റീയൂണിയന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പങ്കെടുത്തു. മഞ്ചേരി NSS കോളേജിൽ ഒരു പരിപാടി, അതുപോലെ തന്നെ മറ്റൊരു സ്കൂളിൽ ഒരു പരിപാടി. പക്ഷെ അവിടെയൊക്കെ ചെറിയ ക്ലാസ് റൂമുകളിലും മാത്രം ഒതുങ്ങി, അല്ലെങ്കിൽ അത്തരത്തിൽ ചെറിയ രീതിയിൽ ചെറിയ കോൺസേർട്ടുകളായി മാത്രം നടത്തിയൊരു പരിപാടിയാണ്. ഞാനിന്ന് ഇവിടെ വണ്ടിയിൽ കയറിയപ്പോ തന്നെ പന്തലൊക്കെ ഇട്ട് സ്പീക്കറൊക്കെ സെറ്റ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് ഒരു സ്കൂളിന്റെ ഒരു വലിയൊരു ഉത്സവം എന്നുള്ള പ്രതീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നേതൃത്വം കൊടുത്ത എന്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും എന്റെ വക ആദ്യം ഒരു കയ്യടി തരികയാണ്. കാരണം ഇതിങ്ങനെ സംഘടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും അറിയാം. എല്ലാവരും പരസ്പരം കൂടിയിട്ട് കുറെ കാലമായിരിക്കും. ഒരു പക്ഷേ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്നോ അല്ലെങ്കിൽ ചെറിയൊരു ഗ്രൂപ്പിൽ നിന്നൊക്കെ ഒരു തിരിഞ്ഞൊരു ചർച്ചയുടെ ഭാഗമായിട്ട് ചെറിയൊരു കമ്മിറ്റി വിളിച്ച് അതിനുശേഷം പരസ്പരം കൂടിയിരുന്ന് എങ്ങനെയൊക്കെയാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ആലോചിച്ച് അതിനോരോ ക്രിയേഷനും ബാക്കിയുള്ള ഓരോ കമ്മിറ്റികളൊക്കെ ഫോം ചെയ്ത് എന്തായാലും അത്ര കണ്ട് ജോലി തിരക്കിനിടയിൽ എല്ലാവരും പലപ്പോഴും പല മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും, പല സ്ഥലങ്ങളിലായിട്ടുള്ളവരായിരിക്കും. അങ്ങനെ ഈ ഒരു ദിവസം അതൊക്കെ മാറ്റി വെച്ചതിന് ശേഷം വളരെ ഭംഗിയായി ഒത്തുകൂടിയതിന് ഏറെ സ്നേഹം. വീണ്ടും പറയട്ടെ, പരസ്പരം കൂടിയിരിക്കാനും പാട്ടുപാടാനും സംസാരിക്കാനും ഒന്നും കഴിയാൻ പറ്റാത്ത ഒരു കോവിഡ് കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോന്നിരുന്നത്. കാരണം ഇങ്ങനെ കൂടിയിരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എല്ലാവർക്കും അറിയാം. പരസ്പരം കൂടിയിരിക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ കൂടിയിരിക്കുന്ന പരിപാടികളിലൊക്കെ എന്തെങ്കിലും ഉത്തരവാദിത്വം പറഞ്ഞ് രക്ഷപ്പെട്ടാലോ കുറെ ആൾക്കാർ തോന്നല. പങ്കെടുക്കുന്ന എല്ലാ സാംസ്കാരിക പരിപാടികളിലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് ഒട്ടേറെ മനുഷ്യരെയാണ് കാണുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ ഏറെ പ്രിയപ്പെട്ട ഒരു അധ്യാപകൻ പറയുണ്ടായി, എന്താണ് അതിലെ ഇത്ര പേരെന്ന് അറിയോ ചോദിച്ചു. എന്താ മാഷയെന്ന് ചോദിച്ചപ്പോ ഈ കോവിഡിന്റെ സമയത്ത് കുറെ മനുഷ്യന്മാർക്ക് മനസ്സിലായി, പരസ്പരം കൂടിയിരിക്കുമ്പോഴും പാട്ട് പാടുമ്പോഴും ഈ ഓർമ്മ പങ്കുവെക്കുമ്പോഴും ഈ ഭംഗിയായി ചിരിക്കേണ്ട ഓർമ്മകളും ഈ ഒരു മെമ്മറീസും ഈ ഒരു ദിവസമൊക്കെ എന്തെങ്കിലും ഉത്തരവാദിത്വം പറഞ്ഞ് രക്ഷപ്പെട്ടവർ നമ്മളൊക്കെ വരാൻ കഴിയായിട്ടല്ല. അങ്ങനെ കൂടാതെ
പേർക്കൊക്കെ ആ ഒരു നിമിഷം പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഭൂമിയിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും ഉത്തരം പറയുന്നത് അത് കുറെ പൈസ ഉള്ള മനുഷ്യരൊന്നുമല്ല, ഏറ്റവും നല്ല ഓർമ്മകളുള്ള മനുഷ്യരാണ്. ഏറ്റവും നല്ല മെമ്മറീസ് ഭൂമിയിൽ എത്ര കാലം ജീവിച്ചു എന്നതിനപ്പുറത്ത്, അല്ലെങ്കിൽ എത്ര കാലം മുന്നോട്ട് പോയി എന്നതിനപ്പുറത്ത് ഏറ്റവും നല്ല ഓർമ്മകൾ ആരുടെ കയ്യിലാണുള്ളത്? അവരെ തന്നെയാണ് ഏറ്റവും വലിയ റിച്ച്, സമ്പന്നൻ ഭൂമിയിൽ. അപ്പോ നിങ്ങളുടെ ഈ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കുറെ കാലമായി എല്ലാവരും കൂട്ടുകൂടിയിട്ട് പറയാം, എന്തായാലും വീണ്ടും ഒരു വട്ടം കൂടി അല്ലെങ്കിൽ ആ ക്ലാസ് റൂമിൽ ഇരിക്കുക എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ഞാൻ പോസ്റ്റർ ബാക്കി കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തപ്പോൾ കാണേണ്ടായത്. എന്തായാലും കവനൂർ സ്കൂളിൽ കുറെ വർഷത്തെ 98-99 ബാച്ച് അല്ലേ, 98-99 ബാച്ചിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ വീണ്ടും നിങ്ങളെല്ലാവരും സംഘടിപ്പിച്ചതിൽ എല്ലാവരും കൂടിയതിൽ ഏറെ സ്നേഹമുണ്ട്. പരസ്പരം കൂടിയിരിക്കേണ്ട ഒരു സമയം തന്നെയാണ് ഇത്. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വേദികളിലൊക്കെ കുറെ പേര് ഒഴിവായി പോകുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ഏറ്റവും നല്ലൊരു മഞ്ചേരി NSS കോളേജിൽ ഒരു റീയൂണിയന്റെ ഒരു പരിപാടി പോകണ്ടായി. അപ്പൊ അതില് ഈ കാലഘട്ടത്തിൽ ഒരാളവിടെ ഒരു ഷെഫാണ്, ഒരു ഷെഫ് ജോലി ചെയ്യുന്ന ഒരാളാണ്, ഒരാളൊരു പോലീസുകാരനാണ്, ഇവിടെ ഒരു പോലീസുകാരുണ്ട്. അങ്ങനെ ഓരോ മേഖലയിൽ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഓരോ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഒരു പരിപാടി സെറ്റ് ചെയ്യാൻ ഒരു പണിയില്ല. കാരണം എന്താ അറിയോ, ഭക്ഷണത്തിന്റെ ഒരാൾക്ക് ഉത്തരവാദിത്വം നേരം കൊടുക്കാൻ ഒരാളുണ്ടല്ലോ, മേൽനോട്ടത്തിനും ബാക്കി കാര്യത്തിനും ഒക്കെ ഓരോ മേഖലയിലും ഓരോ ടീം ഉണ്ടായിരുന്ന സമയത്ത് ഒരു പ്രശ്നവുമില്ല. എന്തായാലും ഒരുപാട് സന്തോഷം ഇത്തരത്തിൽ എല്ലാവരും കൂടിയിരിക്കാൻ മനസ്സ് കാണിച്ചതിൽ. അതിനൊപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായി തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന സമയത്ത് തന്നെ ഒരു വെൽക്കം ഡാൻസ് ഇതിന്റെ ഭാഗമായിട്ട് കലാപരമായിട്ട് കഴിവുള്ള മനുഷ്യരെ കൂടി വേദിയിലേക്ക് കയറ്റുക എന്നുള്ളത് വല്ലാത്തൊരു കാര്യമാണ്. വയസ്സൊന്നുമില്ല ഏറ്റവും വലിയ പ്രധാനം, പാട്ടുപാടാൻ ആഗ്രഹമാണ് ഏറ്റവും വലുത്. അപ്പൊ അതിന് ഒരു നിറഞ്ഞ കയ്യടി കൊടുക്കുക ആദ്യത്തെ പരിപാടി. കാരണം എന്താ പറയുക, ഒരു ഡാൻസ് സെറ്റ് ചെയ്യാനും ഒരു പാട്ട് ബാക്കിയുള്ളതൊക്കെ കോർഡിനേറ്റ് ചെയ്യാനും കുറച്ച് സമയമാണ്. നമ്മൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് പരിപാടി ഭംഗിയാക്കാനാണ് ശ്രമിക്കുക കൂടുതൽ മനുഷ്യരും. അതിനപ്പുറത്ത് കുറച്ച് സമയമൊക്കെ കണ്ടെത്തി ഇതുപോലെ തന്നെ ഒരു ഡാൻസും ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വല്ലാത്ത ഈ ഒരു കാലഘട്ടത്തിൽ ഈ തിരക്കിന്റെ ഇടയിൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അതൊക്കെ വളരെ ഭംഗിയായി ചെയ്തു. പക്ഷെ നമ്മളെ ഇടയിലും കുറച്ച് പാടാനുള്ള കഴിവുള്ള കുറെ ആൾക്കാരുണ്ട്, ഇല്ലേ? പാടാൻ കഴിവുള്ളവരല്ലേ ഇതിലിരിക്കുന്നേ? ഉത്തരം കിട്ടുന്നില്ല കേട്ടോ, ഇല്ലേ? നന്നായിട്ട് ഭംഗിയായി ചിത്രം വരയ്ക്കുന്നവരുണ്ടായിരിക്കും ആ കാലത്ത്, നന്നായി സംസാരിക്കുന്നവരുണ്ടാവും, വളരെ ഭംഗിയായി പാട്ട് പാടാൻ കഴിയുന്നവരുണ്ടാവും. അങ്ങനെ കുറെ മനുഷ്യരുണ്ടാവും. അവരെയൊക്കെ വീണ്ടും പൊടി തട്ടിയെടുക്കേണ്ട ഉത്തരവാദിത്തം ഇന്ന് ഈ വേദിക്കാണെന്ന് പറയട്ടെ. ആരെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ ആരും വിട്ടുകൊടുക്കരുത്. അതുപോലെ താത്തയൊക്കെ പാടാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പൊ ഇത്തരത്തിൽ കുറെ പേര് ഇന്ന് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് വേദിയിലും കൂടി കയറ്റണം എന്നാണ് പറയാനുള്ളത്. കാരണം പ്ലാൻ ചെയ്തു വന്നവരല്ലാതെ നേരെ വേദിയിൽ കയറ്റുക. ഒരു സെഷൻ എന്തായാലും ആ കാലത്തെ ഓർമ്മകളൊക്കെ പങ്കുവെക്കുന്ന ഒരു സമയം ഉണ്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ആ രീതിയിലൊക്കെ ഏറ്റവും നല്ല ഓർമ്മകളൊക്കെ പങ്കുവെക്കട്ടെ. അന്ന് പഠിച്ചിരുന്ന സമയത്ത് കുറച്ച് വട്ടപ്പേരൊക്കെ വീണ കുറെ ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെ കളിയാക്കി പറയുന്നവരൊക്കെ എല്ലാ ഓർമ്മകളും തിരിച്ചു പിടിക്കണം കേട്ടോ. ഏറ്റവും നല്ല ഭംഗിയുള്ള നിമിഷങ്ങളായി പോകണം. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷമായി തോന്നിയത് ഒരു അധ്യാപകര് പ്രിയപ്പെട്ട് വന്ന സമയത്ത് എല്ലാവരും ഓടിക്കൂടി ഏറെ പ്രിയപ്പെട്ട അധ്യാപകരോടൊപ്പം. ഈ അധ്യാപകരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അതായത് മറ്റുള്ള ജോലികളിൽ നിന്ന് ഒരു അധ്യാപകനൊക്കെ എത്ര കണ്ട് വ്യത്യസ്തനാവുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാ വേദിയിലും പറയും, വളരെ ഭംഗിയായി ആ ഒരു കാലഘട്ടത്തിൽ പഠിപ്പിച്ചവരായിരിക്കും ഇവർ മുന്നിലിരിക്കുന്നത്. ഒരു പക്ഷേ ഒരു കലാലയ ജീവിതത്തിലോ ഒരു സ്കൂൾ ജീവിതത്തിലോ ഒരു 3 പേരോ അല്ലെങ്കിൽ 4 പേരോ ആയിരിക്കില്ല പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ചിലര് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തട്ടി വെക്കും. അവര് കുറെ ക്ലാസ് ഒന്നും എടുത്തിട്ടുണ്ടാവില്ല, അവരത്ര കുറെ നമ്മളെ പഠിപ്പിച്ചൊന്നുണ്ടാവില്ല, കുറെ ചീത്ത പറഞ്ഞവരായിരിക്കും. പക്ഷെ നമ്മളെ അത്ര കണ്ടപ്പോ ഫ്രണ്ട്ഷിപ്പായിട്ട് ഒപ്പം ഒന്നും വരുന്നതായിരിക്കില്ല. പക്ഷെ എന്തോ ആ മനുഷ്യൻ അത്ര കണ്ട് പ്രിയപ്പെട്ട ഒരാളായിരിക്കും നമ്മൾ. അങ്ങനെ കുറച്ച് അധ്യാപകരുണ്ടാവും എല്ലാവർക്കും. എനിക്കുണ്ട്, നിങ്ങൾക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ പ്രിയപ്പെട്ട അധ്യാപകരെ കൂടി വിളിച്ചിട്ട് ഇത്തരത്തിലൊരു പരിപാടി സെറ്റ് ചെയ്തതിൽ ഏറെ സ്നേഹമുണ്ട്. എന്തായാലും ഇവരുടെ അനുഭവം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാവും കൂടുതൽ. എനിക്ക് പറയാൻ ഉള്ളതിനെക്കാട്ടും കൂടുതൽ സ്വന്തം പ്രിയപ്പെട്ട അധ്യാപകരുടെ പറച്ചിൽ കേൾക്കാനാവും നിങ്ങൾ കാത്തിരിക്കുന്നതെന്ന് അറിയാം. എന്തായാലും ഇവിടെ എന്റെ റോൾ എന്ന് പറയുന്ന ഒരു ഉദ്ഘാടകനാണ്. കാരണം ഞാനല്ല, അതിനപ്പുറത്ത് ഇവരൊക്കെ തന്നെയാണ് ഇതിന്റെ നേതൃത്വവും ബാക്കി കാര്യങ്ങളൊക്കെ. എന്തായാലും വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോവുക. ഇതെന്തായാലും ഒരു പരിപാടി എന്നതിനപ്പുറത്ത് അല്ലെങ്കിൽ ഒരു സാംസ്കാരിക പരിപാടി മറ്റു കൾച്ചറൽ പരിപാടികളോടെ അവസാനിപ്പിക്കാതെ ഈ സമൂഹത്തിനും ഈ സ്കൂളിനും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ ഭംഗിയായി കെട്ടുറപ്പുള്ള ഒരു ബാച്ചായിട്ട് മുന്നോട്ട് പോകട്ടെ.
ഒരു വട്ടം കൂടി എന്ന് പേരിട്ട് സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കാൻ ദൂരെ ദിക്കിൽ നിന്നുമൊക്കെ വന്ന സൗഹൃദങ്ങൾ കൊണ്ട് പഴയ സ്കൂളങ്കണം വീട്ടുമുട്ടി. ധനുമാസ ദിനത്തിലെ തണുപ്പൊഴിഞ്ഞ പ്രഭാതത്തിൽ ഓർമ്മകളുടെ മഴവിൽ ചാരുതയിൽ നിറഞ്ഞു നിന്ന അത്യപൂർവ സംഗമം നിരവധി മഹത് കർമ്മങ്ങൾക്ക് സാക്ഷ്യം സഹിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് മുദ്ര പതിപ്പിച്ച 1998-99 ബാച്ച് തങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെ ഷാൾ അണിയിച്ചും ഹൃദയം കൊണ്ട് ചേർത്ത് പിടിച്ചുമാണ് സംഘടിപ്പിച്ചത്. ഓർമ്മകളുടെ നെല്ലിമരച്ചുവട്ടിൽ സൊറ പറഞ്ഞിരിക്കാൻ ഓടിയെത്തിയ പഴയ സൗഹൃദങ്ങളെ അടുത്തിടെ ഹിറ്റായി മാറിയ കടുവയിലെ പാട്ട് പാലാപ്പള്ളി തിരുപ്പള്ളിയിലൂടെ പ്രശസ്തനായ അതുൽ നറുകരയുടെ അനുഗ്രഹീത സ്വരമാണ് എതിരേറ്റത്. ഒട്ടും കൗതുകം തോരാത്ത അതേ ഈണത്തിൽ പാട്ടുപാടിയും പാട്ടിന് ചുവടുവെച്ചും അതിൽ നിറഞ്ഞാടിയപ്പോൾ എല്ലാവർക്കും അതൊരു ഉല്ലാസ കാഴ്ചയായി. നൌഷാദ് പാലക്കാട് ആങ്കറിൽ നടത്തിയ പരിപാടിയിൽ സാജിദ് സ്വാഗതവും നാസർ അനുസ്മരണവും ഹുസൈൻ നന്ദിയും പറഞ്ഞു. ഷെരീഫ് മാസ്റ്റർ, സാലി മാസ്റ്റർ, മോഹൻദാസ് മാസ്റ്റർ, ടോമി ചെറിയാൻ മാസ്റ്റർ, തങ്കച്ചൻ മാസ്റ്റർ, അജിത ടീച്ചർ, ആയിഷ ടീച്ചർ തുടങ്ങിയ ഗുരുവര്യന്മാരെ വേദിയിൽ ആദരിച്ചു. സംഗമത്തിന്റെ വിജയത്തിനായി സുഷമ ചെയർപേഴ്സണും സാജിദ് കൺവീനറുമായി വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചിരുന്നു. ഹുസൈൻ ബാവ ആയിരുന്നു ട്രഷറർ. അനൂപ്, ഷഫീഖ്, നാസർ, അമീർ, ദിനേശ്, കരീം, സിദ്ദീഖ്, ജുമൈലത്ത്, ലീന, മൈമുന, ജിൻസിയ, മുസ്തഫ, രമ്യ, രതീഷ്, മുജീബ്, കരീം, സമീർ, സഗീർ, റജി, ശരത്, സുധീർ എന്നിവരായിരുന്നു കമ്മിറ്റി അംഗങ്ങൾ. വർഷങ്ങൾക്ക് ശേഷം സുഹൃത്തുക്കൾ വീണ്ടും ഒരുമിച്ചപ്പോൾ പഴയ സഹപാഠികളായി വീണ്ടും തങ്ങൾ മാറിയെന്ന് ഹുസൈൻ ബാവ ഏറനാടൻ നാട്ടുവാർത്തയോട് പറഞ്ഞു. ഓർമ്മകളുടെ പെരുമഴക്കാലം സമ്മാനിച്ചാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇന്ന് പിരിയുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. പ്രിയപ്പെട്ട അധ്യാപകരെ ആദരിച്ചും അനുമോദിച്ചും സംഗമം എന്നും ഓർത്തുവെക്കാനുള്ള നിധിയായി മാറി. പ്രിയ സഹപാഠികളെ കൺകുളിർക്കെ കണ്ടതിന്റെ ത്രില്ലിലായിരുന്നു ബാച്ചിലെ എല്ലാവരും. വർഷങ്ങൾക്ക് മുമ്പ് ഒരേ ക്ലാസ്സിൽ 10ാം ക്ലാസ് പഠിച്ച സഹപാഠികൾ വർഷങ്ങൾക്കിപ്പുറം ഒത്തുചേർന്നപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ഓർമ്മകളുടെ പെരുമഴക്കാലമായി പെയ്തു തീരുകയായിരുന്നു. 1998-99 ബാച്ചിൽ കാവനൂർ GHS സ്കൂളിൽ പഠിച്ച് 10ാം തരം പൂർത്തിയാക്കിയവരാണ് സ്കൂൾ അങ്കണത്തിൽ ഒത്തുചേർന്നത്. പാലാപ്പള്ളി തിരുപ്പള്ളിയിലൂടെ പ്രശസ്തനായ അതുൽ നറുകരയുടെ ഉദ്ഘാടനം കൊണ്ട് തന്നെ ഗംഭീരമായിരുന്ന പരിപാടിയിൽ അതുപോലെ ഉദ്ഘാടന ചടങ്ങൊക്കെ നിർവഹിക്കാറുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് എത്രയും പെട്ടെന്ന് തന്നെ വേദിയിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ചടങ്ങുകളും അതുപോലെ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ നമുക്ക് ആരംഭിക്കാം. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ദ്രുതഗതിയിലുള്ള സേവന പ്രവർത്തനങ്ങൾ. അതിന്റെ പരിസമാപ്തിയിൽ എത്തിക്കാൻ എത്രയും പെട്ടെന്ന് തന്നെ ഈ കമ്മിറ്റിക്ക് സാധിച്ചു എന്ന് അഭിമാനത്തോടെ എടുത്തു പറയട്ടെ. വിദ്യാലയ ജീവിതം മാറ്റിവെച്ചു പോയ മധുരമായ ഓർമ്മകൾക്ക് നിറം ചാർത്താൻ 23 വർഷത്തിന് ശേഷം നമ്മൾ ഒത്തുകൂടുകയാണ്. ഇതൊരു നിമിത്തമായി കാണുകയും ഈ ഒരു അവസരം നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറക്കാനാവാത്ത അസുലഭ നിമിഷമാക്കാൻ നമ്മുടെ സുഹൃത്തുക്കളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അഡ്രസ് ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചാൽ ഇന്ന് ഈ സ്മൃതിപഥങ്ങൾ വിജയിച്ചു എന്ന് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. അതുപോലെ നമുക്ക് ആദ്യമായിട്ട് തന്നെ നമുക്ക് നല്ലൊരു പ്രാർത്ഥനയോട് കൂടി നമുക്ക് ഈ ചടങ്ങും അതുപോലെ ഉദ്ഘാടന ചടങ്ങൊക്കെ നമുക്ക് ആരംഭിക്കാം. അതിനുവേണ്ടി രതീഷ് ആൻഡ് ടീമിനെ ആദ്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എന്നെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിനൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകത്തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, നിൻ കരളിൽ കുളിയിരിക്കണമേ. എന്നെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ.
പ്രാർത്ഥന എല്ലാവരും ചേർന്നുകൊണ്ട് നമ്മുടെ രതീഷാനി ടീം എല്ലാവരും കൂടി നമുക്ക് സർവേശ്വരനെ ധ്യാനിച്ചുകൊണ്ട് തന്നെ നല്ലൊരു പ്രാർത്ഥനയോട് നമ്മുടെ പ്രോഗ്രാം ആരംഭിച്ചിരിക്കുകയാണ്. പാലാപ്പള്ളി തിരുപ്പള്ളി എന്ന ഒരൊറ്റ ഗാനത്തിലൂടെ കേരളക്കരയാകെ പ്രേക്ഷക ജനശ്രദ്ധ പിടിച്ചുപറ്റിയ നമ്മുടെ മുഖ്യാതിഥി ശ്രീ അതുൽ മറുകരയെ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്തു. ശ്രദ്ധയായി പാലാപ്പള്ളി എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനം നമ്മൾ എപ്പോഴും മനസ്സിലേക്ക് പാടുകയും ചെയ്യുന്ന ഒരു ഗാനത്തിൽ ശ്രദ്ധയായി നമ്മൾ ഈ സമൂഹത്തിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ അതിനു വേണ്ടി നല്ലൊരു കൈഡ് കൊടുക്കാം. എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു കൂടി നല്ല രീതിയിൽ നമുക്ക് സ്വാഗതം ചെയ്യാം. അതുപോലെ നമുക്ക് എല്ലാവർക്കും ചേർന്നുകൊണ്ട് അതിന്റെ ഗാനങ്ങളൊക്കെ നമുക്ക് കേൾക്കണ്ടേ? അപ്പൊ സപ്പോർട്ട് ഉണ്ടാവില്ല. നമ്മുടെ കൂടെ പഠിച്ച സഹപാഠികളെ ആർദ്രവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇതൊരു നല്ലൊരു ചടങ്ങ് ചെയ്യുക എന്നുള്ളത് നമുക്ക് എപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു വലിയൊരു പ്രാവൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ഏറ്റവും വലിയൊരു സന്തോഷമാണ് അല്ലേ? സന്തോഷമല്ലേ? ആ പ്രാവിനെ പുറത്തു വിട്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രോഗ്രാമും അതുപോലെ വെൽക്കം ഡാൻസൊക്കെ എല്ലാവർക്കും ചേർന്ന് ആസ്വദിക്കാം. അതിനുവേണ്ടി ഗാർഗി കൃഷ്ണയും മാളവയും നല്ലൊരു കാര്യത്തോടുകൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരു നല്ലൊരു പരിപാടികൾ കൊടുക്കാമോ എല്ലാവരും ചേർന്നുകൊണ്ട്? ഓക്കെ, താങ്ക് യു. മനോഹരമായ നല്ലൊരു നിമിഷം. എന്നും ഈ ഉയർച്ചയും ഈ സന്തോഷവും മരണം വരെ നമുക്ക് കൂടെ ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നെക്സ്റ്റ് നമുക്ക് എല്ലാവർക്കും ചേർന്നുകൊണ്ട് നമുക്ക് വെൽക്കം ഡാൻസ് ആസ്വദിക്കാം.
കുട്ടനാടിൻ ഒരു പരിപചാരം കളമേളം കവിത പാടും തീരം. ഓക്കെ, താങ്ക് യു. നല്ല വെൽക്കം ഡാൻസ് ആണ് നമ്മൾ എല്ലാവരും രമ്യാന്റെ ടീമിന്റെ ആസ്വദിച്ചത്. കാരണം നമുക്കിന്ന് ഈ ഒരു വേദി ധന്യമാക്കാനും അതുപോലെ ഒരുപാട് ദിവസം കഷ്ടപ്പെട്ടിട്ടാണ് നമുക്കിന്ന് വേദിയിലേക്ക് നമുക്കിങ്ങനെ ഒരു വെൽക്കം ഡാൻസ് അണിയിച്ചിരിക്കുന്നത്. എനിക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു നിമിഷമാണ്. ആ സന്തോഷം പങ്കിടുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും, നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ടുള്ള എല്ലാവരുടെയും ഏറ്റവും വലിയൊരു പങ്കാളിത്തമാണ്. ആ പങ്കാളിത്തത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദിയും അതുപോലെ സ്വാഗതവും പറയുകയാണ്. അപ്പൊ എല്ലാവരും ചേർന്നുകൊണ്ട് നമ്മുടെ രമ്യാന്റെ ടീമിന് വേണ്ടി നല്ലൊരു കൈയ്യടി കൊടുക്കാൻ എല്ലാവരും ചേർന്നത്. ഓക്കെ, താങ്ക് യു. അടുത്തായി അനുസ്മരണമാണ്. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ കൂടെയുള്ള നമ്മുടെ അതിഥിയായ നാസർ ഒരു നല്ലൊരു കൈയ്യടിയൊക്കെ കൊടുക്കണം നാസറിന് വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു. നമസ്കാരം. ഞാൻ നേരം ഒരുപാട് വൈകിട്ട് നമ്മുടെ ഈ അനുസ്മരിക്കേണ്ട ആളുകളുടെ പേര് മാത്രം ജസ്റ്റ് ഒന്ന് പറയാം. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ടീച്ചർ അന്നമ്മ ടീച്ചർ, വിനിൽ പി എ ക്ലാസ് ചെങ്ങര, ബിനു ബി ക്ലാസ് ആമയൂർ, മുത്തു ബി ക്ലാസ് ഇളയൂർ, പ്രസാദ് ഡി ക്ലാസ് ചെങ്ങര, നൗഷാദ് ഇ ക്ലാസ് കാരക്കുന്ന്. ഓക്കെ, നമുക്ക് അനുസ്മരണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു സങ്കടമാണ് നമ്മുടെ എല്ലാവരുടെയും കൺമുന്നിൽ. നമുക്ക് എല്ലാവരും നമ്മുടെ സ്റ്റുഡൻസും അതുപോലെ അതിഥികളും എല്ലാവരും ഒരു മിനിറ്റ് നേരം നമുക്ക് എണീറ്റ് നിൽക്കാം. എല്ലാവരും ചേർന്നുണ്ട് ഒരു മിനിറ്റ് നേരം നമുക്ക് എല്ലാവർക്കും ചെന്നൊരു മൗന പ്രാർത്ഥന ശേഷം നമുക്ക് ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കാം. കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ നല്ലൊരു ഗിഫ്റ്റ് തന്നെ ആവാം. ചെറിയ കൈയടി ഒന്നും പോരാ, നല്ലൊരു കൈയടി തന്നെ ആവാം. ഞങ്ങൾ തൃശ്ശൂർ ഭാഷയിലൊക്കെ പറയും നല്ല പടക്കം പൊടുന്ന കൈയടി എന്നൊക്കെ പറയും. അതേമാതിരി തന്നെ കൊടുക്കാം എല്ലാവരും ചേർന്നുകൊണ്ട്. ആ ചടങ്ങിലേക്ക് അതുല്യ ഹാർദമായി സ്വാഗതം ചെയ്യും. അതുപോലെ നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും ഒന്ന് വേദിയിലേക്ക് ഒന്ന് വരാം. അതുപോലെ സാറുമാരും ഒന്ന് വേദിയിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും വലിയ സന്തോഷമായിരിക്കും. എന്തായാലും ഈ ഒരു പാട്ടിന്റെ ഭാഗമായിട്ട് ലോകമെമ്പാടും യാത്ര ചെയ്യാൻ സാധിച്ചു. കഴിഞ്ഞ ദിവസം ഒരു സന്തോഷ വാർത്ത പുറത്തു വന്നു. ദുബായ് ഗോൾഡ് ഫണ്ടിന്റെ ഈ വർഷത്തെ 2022 കഴിഞ്ഞ വർഷത്തെ 2022 ഏറ്റവും മികച്ച 100 ഗാനങ്ങളിൽ 1ാം സ്ഥാനം നമ്മുടെ പാലാപ്പള്ളിക്കാണ് എന്നുള്ള സന്തോഷ വാർത്ത പങ്കുവെക്കട്ടെ. അതിനൊക്കെ അപ്പുറത്ത് ഞാനിവിടെ മലപ്പുറംകാരൻ തന്നെയാണ്. മഞ്ചേരിക്ക് തൊട്ടടുത്ത് നറുകര എന്നുള്ള ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ഞാൻ പാട്ട് പഠിച്ച ഒരാളൊന്നുമല്ല കേട്ടോ. വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു സിനിമയിലൊക്കെ പാടണം എന്നുള്ളത്. ഈ പ്രായമൊന്നും അതിലൊരു ഘടകമല്ലെന്നാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനുള്ളത്. ഞാൻ കൂട്ടുകാരെ വിളിക്കാം, പ്രായം നോക്കട്ടെ, വിളിക്കാം. കാരണം എന്താ അറിയോ, ഇപ്പോഴും പാടാൻ താല്പര്യമുള്ള കുറെ ആൾക്കാരുണ്ടാവും നമ്മുടെ ഇടയിൽ. വേദികൾ കിട്ടാഞ്ഞിട്ടൊന്നുമല്ല, വല്ലാത്ത പേടിയാണ്. ഒരു സ്വാഗതം പറയാനും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനും മൈക്ക് പിടിക്കാനും ഇപ്പോഴും മറക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിൽ. ഇവരെ മാറണം എന്നുണ്ടെങ്കിൽ എന്താണെന്നറിയോ, വേദിയിൽ കയറിയിട്ട് തന്നെ മാറുള്ളൂ, അല്ലാതെ മാറൂല. ഇത്തരത്തിലുള്ള വേദികളൊക്കെ അതിനു വേണ്ടി ഉപയോഗിക്കണം. ഇതുപോലെ തന്നെ എന്റെ കോളേജ്, എന്റെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ മുഖ്യധാരയിലേക്ക് എത്താത്ത ഒരു മനുഷ്യനായിരുന്നു. വളരെ യാദൃശ്ചികമായിട്ട് വേദിയിലെത്തിയ ഒരാളാണ്. ഒരു കലോത്സവത്തിന് വളരെ അപ്രതീക്ഷിതമായിട്ട് വേദിയിലെത്തിയ ഒരാളാണ്. ഒരു പാട്ട് പാടിയ സമയത്താണ് നാട്ടുകാരും ബാക്കിയുള്ളവരും ഞാൻ പാട്ട് പാടും തന്നെ അറിയുന്നത്. ആ പാട്ട് പാടിക്കഴിഞ്ഞ് 1ാം സ്ഥാനം കിട്ടിയപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് ഞാൻ പാടിക്കഴിഞ്ഞ് എന്തെങ്കിലും കിട്ടുമെന്നുള്ളത്. അങ്ങനെ ഓരോ
പാട്ട് പാടി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഓരോ വേദികളിൽ പോകുമ്പോൾ. അപ്പൊ വീണ്ടും പറയട്ടെ, പാട്ട് പാടാൻ ആഗ്രഹമുള്ളവര്, നന്നായി സംസാരിക്കാൻ ആഗ്രഹമുള്ളവര്, ഡാൻസ് കളിക്കാൻ ആഗ്രഹമുള്ളവര്, കലാപരമായിട്ട് എന്തെങ്കിലും വളരെ ഭംഗിയായിട്ട് കഴിവുള്ളവർക്കൊക്കെ ഏറ്റവും വലുത് ആഗ്രഹം തന്നെയാണ്. അതിന് വയസ്സുകൊണ്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. നിന്റെ കുട്ടി കയറിക്കോട്ടെ, ഞാൻ ഇപ്പൊ എന്തായാലും ഇത്ര പ്രായമായി എന്നുള്ള രീതിയിൽ കുറച്ച് ആൾക്കാർ പറയണ ഞാൻ കേൾക്കാറുണ്ട്. അങ്ങനെയൊന്നുമില്ല. നമ്മുടെ കൈതോല ഭായവിരിച്ച് എന്നുള്ള പാട്ട് പാടിയ വിജയശേട്ടൻ കക്കടിപ്പുറം 48 വയസ്സിന് ശേഷമാണ് അദ്ദേഹത്തിന് ലോകം തിരിച്ചറിയുന്നത്. എന്തിനാണ് നമ്മുടെ ഇപ്പോഴത്തെ നാഷണൽ അവാർഡ് നേടിയ ഏറെ പ്രിയപ്പെട്ട മഞ്ജിയമ്മയുടെ പാട്ടുകളൊക്കെ ലോകം തിരിച്ചറിയുന്നത് ആ മേഡം ഇത്ര പ്രായമായതിനു ശേഷം. അപ്പോ പ്രായത്തിലൊന്നുമല്ല കാര്യം, ഏറ്റവും വലുത് ആഗ്രഹമാണ്, പാട്ടുപാടാനുള്ള ഒരു ആർജവമാണ്. എന്തെങ്കിലുമൊക്കെ സമൂഹം എന്നെ തിരിച്ചറിയണമെന്നുള്ളൊരു തോന്നലാണ് എല്ലാവർക്കും വേണ്ടത് എന്ന അവസരത്തിൽ പറയട്ടെ. അപ്പോ എല്ലാ വേദികളും എന്നെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, ഒരൊറ്റ പാട്ട് കൊണ്ട് ലോക മലയാളികൾ മൊത്തം ഏറ്റെടുത്ത, എനിക്കത് കേൾക്കാൻ തീരെ താല്പര്യമില്ലാത്ത മനുഷ്യനാണ്. ഈ ഒരു പാട്ട് പാടാൻ വേണ്ടി ഏകദേശം 15 വർഷത്തോളം പണിയെടുത്തൊരു വിദ്യാർത്ഥി എന്നറിയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് താല്പര്യം. അപ്പോ താല്പര്യമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഞാൻ ആദ്യമായിട്ട് മലയാള സിനിമയിൽ പാടുന്നത് മമ്മൂട്ടിയുടെ പുഴു എന്നുള്ള ചിത്രത്തിലാണ്. OTT പ്ലാറ്റ്ഫോമിൽ റിലീസായ ആ സിനിമയിലൂടെയാണ് ആദ്യമായിട്ട് മലയാള സിനിമ പിന്നണി ഗാനരംഗത്തേക്ക് എത്തുന്നത്. അതിനുശേഷമാണ് പൃഥ്വിരാജിന്റെ കടുവ എന്നുള്ള ചിത്രത്തിൽ നിങ്ങളെ പാലാപ്പള്ളി, എല്ലാവർക്കും പാലാപ്പള്ളി എന്നുള്ള പേരിലാണ് എന്നെ അറിയപ്പെടുന്നത്. എന്റെ പേരൊക്കെ എല്ലാവരും മറന്നു. കഴിഞ്ഞ ദിവസം ഒരു വേദിയിൽ പോയ സമയത്ത് അവിടുത്തെ ചെയർമാൻ വേദിയിൽ അടുത്തതായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നു, പാലാപ്പള്ളി സാർ എന്നാണ് പറഞ്ഞത്. പേര് മൊത്തം പാലാപ്പള്ളി, ട്രൂ കോളറിൽ വരെ കണ്ട് അതിലുള്ളത് പാലാപ്പള്ളി എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെയാണ് തിരിച്ചറിയുന്നത്. എന്തായാലും പാലാപ്പള്ളിക്ക് ശേഷം കുമാരി എന്നുള്ള ചിത്രത്തിൽ ഒരു പാട്ട് പാടി, അതുപോലെ തന്നെ കാന്താര എന്നുള്ള ചിത്രത്തിൽ ഒരു പാട്ട് പാടി. വളരെ ഒരു സന്തോഷ വാർത്ത പങ്കുവെക്കട്ടെ, 2022 4 സിനിമയിൽ പാടാൻ വേണ്ടി സാധിച്ചു എന്നുള്ള സന്തോഷ വാർത്ത പ്രിയപ്പെട്ട കൂട്ടരായിട്ട് പങ്കുവെക്കട്ടെ. ഒട്ടും പ്രതീക്ഷിച്ചൊരു മനുഷ്യനൊന്നുമല്ല. വീണ്ടും പറയട്ടെ, പ്രിയപ്പെട്ട നിങ്ങളുടെ കുട്ടികളായിട്ടുണ്ടെങ്കിലും ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നതിനൊക്കെ ഹോബിയാക്കി കണക്കാക്കുന്ന നമ്മള്. എന്താണ് ഹോബി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പാടും, അല്ലെങ്കിൽ കളിക്കും, നന്നായിട്ട് എഴുതും എന്നൊക്കെ പറയും. അതൊക്കെയാവും ആ കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ടത്. അപ്പൊ ഇഷ്ടപ്പെടുന്നതിനെയൊക്കെ ഹോബിയാക്കി, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തതിനെയൊക്കെ ഉന്തി 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 നമ്മൾ അത് കൂടെ പോകുന്നു പറയുന്ന കൂട്ടരാണ്. അത് മലയാളികളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെയാണത്. അപ്പോ പ്രിയപ്പെട്ട അധ്യാപകരോട്, അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളുടെ കുട്ടികളൊക്കെ അത്ര കണ്ട് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും കലാമേഖല ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും സമയം അതിനും കൂടി കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം. കാരണം അവരൊക്കെയാണ് നാളെ ഈ ലോകത്തിനെ തന്നെ എഴുതി വെക്കാൻ പോകുന്ന മനുഷ്യരെന്ന് പറയട്ടെ. കൂടുതലൊന്നും പറയുന്നില്ല. എനിക്ക് പാടാനെക്കാളും കൂടുതൽ ഇഷ്ടമെന്ന് പറയുന്നത് സംസാരിക്കാനാണ്. അപ്പൊ സംസാരിച്ചു പോയി കഴിഞ്ഞാൽ അങ്ങനെ പോകും. ഇവിടെ ഞാൻ സംസാരിക്കേണ്ട ഒരു വേദിയല്ല, കൂടുതലായിട്ടും നിങ്ങളാണ് സംസാരിക്കേണ്ടത്. കാരണം ഇത്ര വർഷക്കാലത്തിന് ശേഷമുള്ള ഓർമ്മകൾ പങ്കുവെക്കേണ്ടത് നിങ്ങളാണ്. അപ്പൊ ഞാൻ എന്തായാലും അത് തിരിച്ച് മുന്നോട്ട് പോകുന്നില്ല. നമുക്ക് പാട്ട് പാടാം. റെഡിയല്ലേ? ഉത്തരല്ല, റെഡിയല്ലേ? അപ്പൊ നമ്മളിവിടെ വന്നപ്പോ തന്നെ എല്ലാവരും പറഞ്ഞു കുറച്ച് ഡാൻസ് കളിക്കുന്നവരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷം. കുറച്ച് പിള്ളേര്, നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാവരും ഒന്ന് വേദിന്റെ ഫ്രണ്ടിലേക്ക് ഒന്ന് വരും. അതിനൊപ്പം പാട്ടിനൊപ്പം ഡാൻസ് കളിക്കണം എന്നുള്ളവര് ഒന്ന് സ്റ്റേജിന്റെ ഫ്രണ്ടിലേക്ക് ഒന്ന് വരാമോ? ഇല്ലേ? ആരുമില്ലേ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും ചേർന്ന് അതിനോടൊപ്പം നല്ല അങ്ങനെ നീറ്റ് ഏകദേശം സെറ്റായി വരുന്ന കുറച്ച് ആൾക്കാരൊക്കെ നീറ്റ് ആ ഉഷാറായി തുടങ്ങാനാവുമ്പോഴേക്ക് പാട്ട് കഴിയും. എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളവർക്ക് ആദ്യം തന്നെ ചെയ്യാന്നുള്ളത് ആദ്യം പറഞ്ഞു വെക്കട്ടെ. ഒപ്പം കളിക്കുക, ഒപ്പം പാടാം. റെഡിയല്ലേ? റെഡിയാണല്ലോ? നല്ലൊരു കയ്യടിയാണോ? ലോക മലയാളികൾ മൊത്തം ഏറ്റെടുത്ത് എല്ലാവർക്കും അറിയുന്ന പാട്ടുകൾ പാടാം. അപ്പൊ ഒന്നുകൂടി ഭംഗിയായിരിക്കും. എല്ലാവരും ഏറ്റെടുത്ത് എല്ലാവർക്കും പാടാൻ കഴിയുന്ന പാട്ടുകളിലൊന്നാണ് താരക പെണ്ണാളെ. പാട്ടുകളെ ഉഷാറാവാം. താരക പെണ്ണാളെ മകന്താ കതിരാടും മിഴിയാളെ തമ്പുരാനത്തിടും മുമ്പേ കരിങ്കാരൻ ഓര പറിച്ചാട്ടേ. നല്ലൊരു കയ്യടിയാ. ന്യൂസ് ബ്യൂറോ NTV മലപ്പുറം.